വേദിയിൽ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ആക്ഷൻ സോങ് പാടാനാണ് വന്നത്. പക്ഷേ ഇത്രയും നല്ലൊരു വേദി കിട്ടിയിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു കഥ പറയാതെ പോയാൽ അതെന്നും എനിക്കൊരു വേദനയായിരിക്കും. ഞാൻ സഫയറിലെ UKG പഠിക്കുന്ന ഇനാര അഞ്ജിതിൻ്റെ ഗ്രാൻഡ് മദറാണ്. ഗ്രാൻഡ് മദറാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നെ പിള്ളേർ വിളിക്കുന്ന മമ്മിയെന്നോ. അപ്പം മമ്മിയാണോ ഗ്രാൻഡ് മദറാണോ അമ്മയാണോ എന്നെ എല്ലാം വിളിക്കാറുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ഞാൻ പിന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനെന്ന് പറയേണ്ട ഒരു 17-18 വയസ്സുള്ള ഒരു പയ്യൻ എന്നുവെച്ചാൽ എന്ത് കണ്ടാലും അവന് ത്രില്ലടിക്കുന്ന പ്രായമാണ്. അവൻ ഒരു പർവ്വതാരോഹണത്തിന് പോയി. പർവ്വതത്തിൻ്റെ മണ്ടയിൽ ചെന്നു. അപ്പം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഉപദേശം നമുക്കെന്നും നമ്മൾ ഏത് പ്രായത്തിലെത്തിയാലും ആ ഉപദേശം കേൾക്കാൻ നമുക്ക് ഒരിക്കലും ഇഷ്ടമില്ല. എനിക്കും ഇഷ്ടമില്ല, നിങ്ങൾക്കും ഇഷ്ടമില്ല. നമ്മുടെ 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും അരുതേ എന്നൊരു വാക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. എനിക്കൊട്ടും ഇഷ്ടമല്ല. പിന്നെ അങ്ങനെയുള്ള പ്രായത്തിൽ ഇവൻ പർവ്വതാരോഹണത്തിന് പോയി. അപ്പോൾ അവരുടെ അമ്മയും അച്ഛനും ഗ്രാൻഡ് പേരൻസും അരുതേ നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നീ അത് ഉപയോഗിക്കരുത്, ഇത് ഉപയോഗിക്കുക. അന്ന് മൊബൈലൊന്നുമുള്ള കാലഘട്ടമല്ല. നീ ആ പന്ന വെള്ളം കുടിക്കരുത്, കുളത്തിൽ ചാടരുത്, തമ്പാക്ക് തിന്നരുത്, തുളസി തിന്നരുത്, ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്നിങ്ങനെ പറഞ്ഞ് അലസോരപ്പെട്ടിരിക്കുന്ന സമയത്താണ് സ്വന്തമായിട്ട് പർവ്വതം കയറാറ്. അവിടെ ചെന്നപ്പം പർവ്വതത്തിൻ്റെ നെറുകയിൽ ഒരു പാമ്പ്, നല്ല വിഷമുള്ള ഒരു പാമ്പ് തണുത്ത് മരവിച്ച് അവിടെ കിടക്കുന്നു. അപ്പോൾ ഈ പാമ്പ് അവനോട് പറഞ്ഞു, നിൻ്റെ കയ്യിൽ സഞ്ചി ഉണ്ടല്ലോ, എന്നെ ഒന്ന് എടുത്തിടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കൂടെ വന്ന് അവൻ്റെ അച്ഛനോ അമ്മയോ ആരോ പറഞ്ഞ് എടുക്കരുത്. ഈ പാമ്പിൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഇവൻ ഈ പാമ്പിനെ എടുത്ത് സഞ്ചിയിലിട്ട് കൊണ്ടുവന്ന് താഴെ വന്നു. പർവ്വതത്തിൻ്റെ താഴെ വന്നപ്പോൾ നല്ല ചൂടൊക്കെ കിട്ടിയപ്പോൾ ഈ പാമ്പിന് നല്ല എനർജിയാണ്. അപ്പോൾ ഈ സഞ്ചിയിൽ ഈ പാമ്പിനെ പുറത്തു വിടാൻ നേരം ഈ വിഷമുള്ള ഈ ജന്തു എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവനൊരു കടി വെച്ചു. അപ്പം ഈ പാമ്പിനോട് ഇവൻ ചോദിച്ചു, നീ എന്നോട് എന്ത് കെഞ്ചി പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല, നീ എന്നെ തള്ളി താഴെ കൊണ്ടുപോയാൽ ഞാൻ സ്വൈര്യമായിട്ട് പൊക്കോളാം, എൻ്റെ ജീവൻ രക്ഷിക്കാൻ. അപ്പോൾ ഈ പാമ്പ് ഇവനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിന്റെ അച്ഛൻ പറഞ്ഞില്ലേ, നിന്റെ അമ്മ പറഞ്ഞില്ലേ എന്നെ എടുക്കരുത്, ഞാൻ വിഷമുള്ള ജന്തുവാണ്, നീ അതിനെ തുടരുതെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് നീ ആ ഉപദേശം കേട്ടോ? നിന്നെ താഴെ കളയാൻ പറഞ്ഞില്ലേ, നീ അത് കേട്ടോ? നിന്റെ മാതാപിതാക്കൾ എന്തെങ്കിലും തന്നിട്ടുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ സമൂഹം തന്നിട്ടുള്ള ഒരു ഉപദേശം നന്മയ്ക്കായിട്ട് തന്നത് നീ കേട്ടോ? അപ്പോൾ പറഞ്ഞ് കേട്ടില്ല. അപ്പം ഞാൻ ഈ ചെയ്ത വാഗ്ദാനം നിന്നോട് ഞാൻ എന്തിനു പാലിക്കണം? എൻ്റെ സ്വഭാവം ഇതാണ്, എനിക്ക് വിഷമുണ്ട്, എൻ്റെ സ്വഭാവം ഇതാണ്, ഞാൻ കടിച്ചിരിക്കും. എൻ്റെ കുഞ്ഞുമക്കളെ, എൻ്റെ പ്രായമുള്ളവരെ, അനേക കുടുംബങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഈ സാധനത്തിനും അടിമയായി. നിങ്ങൾ ഈ സാധനം ഉപയോഗിച്ചാൽ ഇന്ന് ഭക്ഷണം പോലും കഴിക്കുന്നത്, അല്ലെങ്കിൽ TV-യിൽ നിങ്ങൾക്ക് ഈ ഭക്ഷണം കൊണ്ടുതരുന്ന മാതാപിതാക്കൾ, അല്ലെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, അവർ കഴിച്ചോന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ? നിങ്ങൾ ആ കഴിക്കുന്നതിൻ്റെ ഒരു പീസ് എടുത്ത് ആ മുത്തശ്ശിയുടെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ കൂടപ്പുറപ്പുകളുടെയോ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ സാധനത്തിൽ തോന്നിയല്ലാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ല. ഇത് തരാമെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാം, ഇത് തരാമെങ്കിൽ ഞാൻ പോകാം എന്നല്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ചിരി, നിങ്ങളുടെ സന്തോഷം, നിങ്ങൾക്ക് പനി വരുന്നോ, കൈ വിറയ്ക്കുന്നോ, കാല് വിറയ്ക്കുന്നോ, ഒരു കുഞ്ഞിൻ്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത് എന്ന് നോക്കും. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, മുത്തശ്ശനോടും പറയാനുള്ള ഒരു കാര്യം, നമുക്ക് പലവിധ ജോലി തിരക്കുകളും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ കൊണ്ടുവരുന്ന സ്കൂൾ ബാഗ് ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ആ സ്കൂൾ ബാഗ്, നിങ്ങൾ പുസ്തകം എടുത്തുകൊണ്ട് പോയി, ബാഗ് എടുത്തുകൊണ്ട് പോയി, വാട്ടർ ബോട്ടിൽ എടുത്തുകൊണ്ട് പോയി, ആ പറയുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബാഗിൽ നിങ്ങളുടെ കൈ ചെന്നിരിക്കണം. അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്.
നിങ്ങളുടെ ആ കൈ ആ സ്കൂൾ ബാഗിൽ ചെന്ന് ആവശ്യമില്ലാത്ത മൊബൈല്, ലഹരി വസ്തുക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാൻ പലരും പ്രയോഗിക്കുന്ന സഹിപ്രയോഗങ്ങൾ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയണം. അവർ വരുന്നുടനെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം മാറ്റി വെച്ചിട്ട് അവരോട് 5 മിനിറ്റ് സംസാരിക്കണം. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഉള്ള ഒരു അഭ്യർത്ഥനയായിട്ട് എന്നെ മാനിക്കണം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മനോഹരമായ ഒരു കഥയും